പിന്നെ ഒന്ന് തല മറച്ചേക്കാം. എന്തൊക്കെയാണ് നടക്കുന്നേ? കഥ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഞാൻ ഈ തട്ടമിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്താ കാരണം? എപ്പോഴും അപ്പിടാൻ മുട്ടാന്ന് പറയാൻ പറ്റൂല, അതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ കഥ. വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. എല്ലാവർക്കും എന്നെ മതി. ചേട്ടനേക്കാളും ടോപ്പിലാണ് പുള്ളി നിൽക്കുന്നതെന്നാണോ പറയുന്നത്? അല്ല, ഇപ്പൊ പുള്ളിക്ക് ഡിമാൻഡ്. കാക്കാമാർക്കുള്ള എന്റെ ഒരു ചോദ്യമാണ്. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. നിങ്ങൾ ഏത് ആയത്ത് നമ്മൾ ഖുറാനിൽ പറഞ്ഞാലും നിങ്ങൾ ഉടനെ എന്താ പറയാ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെയാണ്? ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ. ഇതൊക്കെ ഞങ്ങളുടെ തക്കിയുടെ ഭാഗമാണ്. കാഫിറാണ് എന്നുണ്ടെങ്കിൽ അത് യുദ്ധ സന്ദർഭത്തിലാണ്, അത് മറ്റേ സന്ദർഭത്തിലാണ്, അത് മറിച്ച സന്ദർഭത്തിലാണ് എന്നൊക്കെ പറയും. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? അല്ല, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. പക്ഷെ ഈ ഹിജാബിന്റെ കാര്യം പറയുമ്പോൾ എന്താണ്, അതിന്റെ ആയത്തിന്റെ കാര്യം പറയുമ്പോൾ എന്താണ് അതിന്റെ സന്ദർഭം നിങ്ങൾ എടുക്കാത്തത്? ഇത് അപ്പിയിടൽ സന്ദർഭമല്ലേ? കിഡ്നി ഫെയറടി ചത്തോയി. ഇനി ആരും സൂത്രം കാണിച്ചാ. ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ള സ്ത്രീകളെ എന്താണെന്നാണ് ഇസ്ലാം വിശേഷിപ്പിക്കുന്നത്. അത് പറയാൻ വേണ്ടി മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ വരുന്നു. ചെറിയ മക്കളെ വരെ നിങ്ങൾ ലിഫ്റ്റ് ഇടിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ വഹിയ സാനിയ, ഓള് വേശ്യയാണെന്നാ പറഞ്ഞത്. ഓൾ ആരാണ്? വഹിയ സാനിയ, ഓള് വേശ്യയാണ്. ഞാനല്ല എന്നോട് ദേഷ്യം പിടിക്കണ്ട, മുത്തു നബിയാ പറഞ്ഞേ. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? വ്യഭിചാരം നിങ്ങൾ അനുവദിക്കരുത്. നന്നായില്ലമ്മ, നന്നായില്ലേ? എനിക്ക് പിന്നെ സമയം കളയണ്ട, രസങ്ങളിലേക്ക് അടക്കാം. എന്റെ മൂർധാവിലെ മുടി മുതൽ കാലിന്റെ പെരുവിലെ നഖം വരെ അന്യ ഭർത്താക്കന്മാർക്ക് അവകാശപ്പെടാത്തതാണ്. അതൊരാണ് കണ്ടാൽ അള്ളാന്റെ കണ്ണിൽ ഞാൻ വേശ്യപ്പെണ്ണിന് സമമാ. കഴുത്തൊക്കെ കാണിച്ച് അറിയാമേ പറഞ്ഞല്ലേ, പോകാം. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചില്ലേ, അൽ ഖബീസാത്തു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്. അതായത് അള്ളാന്റെ കണ്ണിൽ ഞാൻ വേശ്യപ്പെണ്ണിന് സമമാ. പേര് പോലെ തന്നെ വെടിയായി. മാനാഭിമാനമുള്ള ഒരു പെണ്ണും ഔറത്ത് മറയാതെ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങില്ല. ഇതായിരിക്കുന്നത് സുനിതയാണ്. സുനിത യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഹിജാബ് ഒന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗാർബേജ് ബാഗ് എടുക്കുക, അതിനകത്ത് കയറിയിരുന്ന് എങ്ങനെ ഇരിക്കും. അതെ, ഇതായിരിക്കുന്നത് സുനിതയാണ്. അവിടെ സുനിത നമ്മളോട് എന്തോ പറയുന്നുണ്ട്. അവിടെ നിന്ന് ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ടോ? ജോസിന് എന്തോ ഐഡിയ പറയാണ്ട്. എന്താ ജോസേ? വർഗീയ വിഷം ചീറ്റലും അപരമത വിദ്വേഷവും വിചാരണയും. അവറ്റകളുടെ കരച്ചിലേ കാണാൻ എന്തൊരു സുഖം. തന്റെ സ്റ്റുഡന്റിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ ഇവർക്ക് എങ്ങനെ മനസ്സുണ്ടാകുന്നു? കഴിഞ്ഞിട്ടില്ല. മതഭ്രാന്ത് മൂത്ത് നാട് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കും. അത് ശരി. അപ്പൊ യൂണിഫോം പാലിച്ച് വരണം എന്ന് പറഞ്ഞാൽ അതോടൊപ്പം മതഭ്രാന്താവും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ മറ്റൊരു വീഡിയോ കണ്ടത്, സമസ്തയുടെ ഒരു സമ്മാനവേദി. അതിലേക്ക് സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി കയറി വന്നപ്പോ അങ്ങനത്തെ പെൺകുട്ടികളൊന്നും ഇങ്ങോട്ട് വിളിക്കണ്ട. എന്തിന്റെ പേരിലാണ് ആ കുട്ടീനെ അവിടുന്ന് ഇറക്കി വിട്ടത്? ആ നിയമത്തിന്റെ പേരാണ് ഹിജാബ് നിയമം. ഫോർ എക്സാമ്പിൾ, സ്ത്രീകളെ പുരുഷന്മാരെ പോലെ രംഗത്തിറങ്ങാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതായത് സ്ത്രീകൾ രംഗത്തിറങ്ങിയാൽ നാശവും ബുദ്ധിമുട്ടും അക്രമവും ഉണ്ട് എന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ധാരാളം അറിയാവുന്നവരാണ്. അതുകൊണ്ട് പുരുഷന്മാർക്ക് രംഗത്ത് സ്ഥാനം കൊടുത്തു, സ്ത്രീകൾക്ക് രംഗത്ത് സ്ഥാനം കൊടുത്തില്ല. ഒരു സർവ്വവിജ്ഞാനകോശം തന്നെ. എടാ മണ്ട, അവരുടെ ബുദ്ധി അത്രമാത്രം വികസിച്ചിട്ടില്ല, കട്ടിയില്ല അവർക്ക്. ചുരുക്കി പറഞ്ഞ ചങ്ങലയ്ക്ക് പെയിന്റ് അടിക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഏറ്റവും വലിയ ചങ്ങലയാണ് ഹിജാബ്. അതിനാണ് ഇരുന്നിങ്ങനെ നല്ല ഗോൾഡൻ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എടോ എനിക്കിത് പൊത്തരിയൊന്നുമല്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറയണ സജിയേട്ടാ, ഇവിടെ സേഫ് അല്ല. നിങ്ങൾ നാളെ തലേന്ന് തട്ടമൂരുന്നു, നിങ്ങൾ കേൾക്കേണ്ടി വരുന്ന വിളി എന്താണ്? വേശ്യ എന്നുള്ള വിളിയാണ്. കാരണം എന്താണ്? ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ്. റേപ്പ് കൾച്ചറാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഈ ചാസ്റ്റിറ്റി അതിനെ പോലും നിശ്ചയിക്കുന്ന ഒരു സംഗതിയാണ്, ഒരു തുണിക്കഷ്ണമാണ് ഈ പറയുന്ന ഹിജാബ് എന്ന് പറയുന്നത്. കർണാടകയിലായാലും കേരളത്തിലായാലും ഹിജാബ് വിഷയം വരുമ്പോ തട്ടത്തിനൊപ്പം തന്നെയാണ് നമ്മൾ. ഇറാനിലായാലോ പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. എന്താ കാര്യം? കഴിഞ്ഞാൽ ഈ ഹിജാബ് ഇടാത്തതിന്റെ പേരിൽ തല്ലിക്കൊല്ലപ്പെട്ട മഹ്സാ അമീനിക്ക് വേണ്ടിയാണ് നമ്മളിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറാനില് ആ മഹ്സാ അമീനിയുടെ പ്രേതം അവിടെ ഒക്കെ ഇറങ്ങി നോക്കിട്ടെന്നാ പറയുന്നത്. சொல்லுங்க, இப்போ இந்த தோல்வி அடைஞ்சது உங்களுக்கு எப்படி இருக்கு? நீங்க அழுவுறீங்க? இல்ல சார். இல்ல கண்ணு கலங்குது? அழுவல சார். இல்ல வந்துடுச்சு. சாரி, அழுவுட எருமை மாடு.
എന്താണ് ഹിജാബ് എന്ന് ഹിജാബിന്റെ നാട്ടിൽ നിന്നുള്ള ആളുകൾ പറയുന്നത് എന്താണെന്ന് കേട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ. മഹ്സ അമീനിയെ കൊല്ലാൻ വേണ്ടി ഉത്തരവിടുകയും അതിനുവേണ്ട നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യുന്ന ആ ഇറാന്റെ പരമോന്നത മത നേതാവ് നമ്മളുടെ ഖൊമേനി, ആ ഖമനയുടെ ഏറ്റവും ക്ലോസ് അലൈ ആയിട്ടുള്ള ആളുടെ മകളുടെ കല്യാണത്തിന് ആ മകളുടെ വേഷം എന്താണോ നമ്മളുടെ സുനിത ചെയ്തത് അത് തന്നെയാണ് അവിടുത്തെ മത നേതാക്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ബാക്കിയുള്ള ആളുകളെ കൊണ്ട് തലയിൽ തട്ടടിക്കുന്നിട്ട് അവരിഷ്ടമുള്ള പോലെ നടക്കും. സുനിതയെ പോലുള്ള ആളുകൾ ഈ പറയുന്ന പോലെ താന്തോന്നികളായിക്കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുകയും എന്നിട്ട് ഇത് പ്രചോദനം ഉൾക്കൊണ്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ തലയിൽ തട്ടിടുന്നു, എന്നിട്ട് പിന്നെ അവർ അതിൻ്റെ അടിമയായിട്ട് കാലം കഴിക്കേണ്ടി വരികയും ചെയ്യാം. സുനിത അപ്പോഴേക്കും തലേന്ന് തട്ടമൊക്കെ ഊരിയിട്ട് ഇഷ്ടമുള്ള പോലെ വേഷമൊക്കെ ഇട്ട് അപ്പുറത്ത് നടക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട്? അപ്പോൾ ബാക്കിയുള്ള ആൾ ഉന്തിയിട്ടപ്പോൾ നിങ്ങൾക്ക് സമാധാനമായി. ഇതാണ് ഉണ്ടാവുക. യെസ്, കണ്ടല്ലോ, ഇതാണ് ഇറാനിൽ നിന്നും കാണുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങൾ ഇതൊക്കെ ഇട്ടോളണം. സുനിത അതിട്ട് കാണിച്ച് അവരെയൊക്കെ കുടിയിലേക്ക് തള്ളിവിടും. പക്ഷെ ഈ സാധനം ഇടാത്തതിൻ്റെ പേര് തല്ലിക്കൊല്ലുന്ന ആളുകളുടെ നാട്ടിൽ അവർക്ക് ഇതൊന്നും പറഞ്ഞിട്ടുമില്ല. അവർ സ്വന്തം വീട്ടിലെ കാര്യമൊക്കെ വരുമ്പോൾ അതൊക്കെ ഊരി വെക്കുകയും ചെയ്യും. ഇതാണ് ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത്. എന്നാ പിന്നെ ഞാൻ മറ്റേത് എന്തിനാ പർദ്ദയിടാൻ പറഞ്ഞെന്ന് അറിയോ നിങ്ങൾക്ക്? ഖുർആനിൽ പറയുന്ന നബിയെ, നിന്റെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളായ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക. അവർ തിരിച്ചറിയപ്പെടുവാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും അതാണ് ഏറ്റവും അനുയോജ്യമായത്. ഈ ലോകം എത്ര സുന്ദരമാണ്. മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ പർദ്ദ ധരിച്ചു കഴിഞ്ഞാൽ, മുഖമൂടിയുള്ള പർദ്ദ ധരിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് തിരിച്ചറിയപ്പെടാതിരിക്കുകയാണ്. പക്ഷെ ഖുർആനിൽ അള്ളാഹ് പറയുന്നത് തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ് പർദ്ദ നിർദ്ദേശിക്കുന്നത്. എന്താ അതിന്റെ മായന, അതിന്റെ പൊരുളിതാ ജലാലി തഫ്സീർ വായിച്ചാൽ മനസ്സിലാവും. എന്താണ്? They will be known to be free women. ഈ പർദ്ദയിട്ട് പോകുന്ന പെണ്ണുങ്ങൾ സ്വതന്ത്ര സ്ത്രീകളാണ്, അടിമ സ്ത്രീകളല്ല. അതുകൊണ്ട് ഓലാരും ശല്യം ചെയ്യണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങള് ശല്യം ചെയ്യുന്ന പൂവാലന്മാര് അടിമപ്പെണ്ണാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് സ്വതന്ത്ര പെണ്ണിനെ പിടിക്കാണ്ടിരിക്കാനാണ് അള്ളാഹ് എന്ത് പറയുന്നത്? പർദ്ദ ഇട്ടോളാൻ പറഞ്ഞാണ്. ആരോടാണ്? നബിന്റെ ഭാര്യമാരോടും മക്കളോടും സത്യവിശ്വാസികളോടും. എന്നാ പിന്നെ തല നല്ല ബെസ്റ്റ് ആരാധകനല്ലേ? ഹിജാബ് വിഷയം വരുമ്പോ തട്ടത്തിനൊപ്പം തന്നെയാണ് നമ്മൾ. പറഞ്ഞു ഇവര് കന്യാമറിയത്തെക്കാൾ പരിശുദ്ധിയാണെന്ന് പറയും. എന്താ കാരണം? കാശാര് തരുന്നോ അവരോടൊപ്പം ഞാൻ. എല്ലാം എനിക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോ സന്തോഷം കൊണ്ട് ഞാൻ വീർപ്പ് കൂട്ടുക. എന്റെ മനസ്സിൽ ഇഷ്ടം തോന്നിയ സുനിത എന്നൊരു പെണ്ണുണ്ടേ എനിക്ക്. അഥവാ നമ്മൾ പറയുന്നത് ഹിജാബ്, ദാറ്റ് ഈസ് ദ സിംബൽ ഓഫ് slavery, oppression and it is gender apartheid. Meanwhile, ഇതെന്റെ ടയറാ, ഇതെന്റെ ടയറാണ്. എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ കൊണ്ടുപോകുന്നു. ദാസൻ ഇത് കൊണ്ടുപോവാണ്. എതിർക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ഓക്കെ ബൈ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്